പ്രത്യാശയുടെയും ആഹ്ലാദത്തിന്റെയും തിരയിളക്കം നിറച്ചുകൊണ്ട് കൊച്ചിൻ കാർണിവൽ എത്തുന്നു. ഡിസംബർ 14 മുതൽ കൊച്ചി കായൽക്കരയിൽ വർണ്ണശോഭ പടർത്തുന്ന കാർണിവൽ പതാക വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ MLA KJ മാക്സി ഉയർത്തും. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഗ്രന്ഥി സായി കൃഷ്ണ IAS ചെയർമാനായി കൊച്ചിയിലെ 100ഓളം വരുന്ന ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. കൊച്ചിൻ കാർണിവൽ അതിന്റെ 42ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സാമൂഹ്യ സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ കൊച്ചിയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഒന്നിച്ചു കൂടുവാനും ഒരുമയോടെ ആഘോഷങ്ങളിൽ പങ്കാളികളാകുവാനും അവസരമൊരുക്കുന്ന ഒരു മതേതര ജനകീയ പങ്കാളിത്ത ഉത്സവമാണ് കൊച്ചിൻ കാർണിവൽ. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഗ്രന്ഥി സായി കൃഷ്ണ IAS ചെയർമാനായി കൊച്ചിയിലെ 100ഓളം വരുന്ന ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകളുടെയും ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും പോലെ ഡിസംബർ 14-ാം തീയതി സെന്റ് ഫ്രാൻസിസ് പള്ളി അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധ സ്മാരകത്തിൽ സമാധാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ചടങ്ങുകളോടെ കാർണിവൽ ആരംഭിക്കും. ഇന്ത്യൻ നേവിയും കൊച്ചി നഗരസഭയും സംസ്ഥാന ഭരണകൂടവും വിമുക്ത ഭടന്മാരും കാർണിവൽ കമ്മിറ്റിയും സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത്. ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. സ്പോൺസർഷിപ്പുകളെല്ലാം കിട്ടാനായിട്ട് ഇലക്ഷൻ കൂടെ കഴിഞ്ഞാലും അതിന് സ്പോൺസർഷിപ്പുകളെല്ലാം നമുക്ക് കിട്ടും. പക്ഷെ അത് കൂടാതെ നമുക്കിപ്പോൾ വരുന്നത് അഡീഷൻസ് ആയിട്ട് വരുന്നത് ഈ പല മത്സരങ്ങളൊക്കെ നടത്തുന്നത് അതിലെല്ലാം ക്യാഷ് പ്രൈസും ട്രോഫിയും എല്ലാം കൊടുക്കും. അതെല്ലാം നമ്മൾ ഈ പ്രാവശ്യം കാർണിവൽ കമ്മിറ്റി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. മറ്റുള്ള സംഘടനകളും ഇതെല്ലാം കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും വലിയ പ്രൈസും ക്യാഷും ഇതെല്ലാം കമ്മിറ്റി തന്നെയാണ് കൊടുക്കുന്നത്. ആ ഫണ്ടെല്ലാം നമുക്ക് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. തുടർന്നുള്ള ഞായറാഴ്ചയായ ഡിസംബർ 21-ന് വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ കൊച്ചി MLA KJ മാക്സി കാർണിവൽ പതാക ഉയർത്തും. പിന്നീടുള്ള ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ വിവിധയിനം മത്സരങ്ങളും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും അരങ്ങേറും. 50 അടി ഉയരമുള്ള പപ്പാനിയാണ് പരേഡ് മൈതാനിയിൽ ഇത്തവണ ഒരുങ്ങുന്നത്. പുതുവത്സര ദിനത്തിൽ ഫോർട്ട് കൊച്ചി വെളിയിൽ നിന്ന് KB ജേക്കബ് റോഡ് വഴി പരേഡ് മൈതാനിയിലേക്ക് കാർണിവൽ റാലിയോടുകൂടി പരിപാടികൾ സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 42 കൊല്ലമായി വളരെ പോരായ്മകളുടെ ഒരു ജനപങ്കാളിത്ത ഉത്സവം നടത്തുമ്പോൾ സാധാരണ ഒരു കമ്പനി ഒരു സാധനം നടത്തുന്ന പോലെയല്ല. 96 ക്ലബ്ബുകൾ, 47 പേര് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്ലോട്ടായിട്ടും ഫാൻസി ഡ്രസ്സായിട്ടും ഓട്ട മത്സരമായിട്ടും ചാട്ട മത്സരമായിട്ടും നിങ്ങളതിൻ്റെ വെറൈറ്റി കാണണം. അത് ആരാ നടത്തണമെന്നും കാണണം. ആ നോട്ടീസിൽ ഇതൊക്കെ ഉണ്ടാവും. അത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈവിധ്യ തരത്തിലുള്ള ആളുകളാണ് ഇവരൊക്കെ ഡീൽ ചെയ്യണത്. ഇതിനകത്ത് പലരും കമ്മിറ്റിയിലൊക്കെ ഉള്ളവരാണ്. അവർക്കറിയാം എന്താ ഇതിന്റെ ബുദ്ധിമുട്ടെന്ന്. മുൻ മേയറും ഉപദേശക സമിതി അംഗവുമായ KJ സോഹൻ, PJ ജോസി, ജനറൽ സെക്രട്ടറി M സോമൻ മേനോൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി മാത്യു, പബ്ലിസിറ്റി ചെയർമാൻ അഭിലാഷ് തോപ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ധീരദേശാഭിമാനികളെ സ്മരിച്ചുകൊണ്ട് ലോകത്ത് സമാധാനം വേണമെന്ന് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് കാർണിവലിന്റെ ചടങ്ങുകൾക്ക് നമ്മൾ തുടക്കം കൊടുക്കുന്നത്. പിന്നീട് 24-ന് 21-ന് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് പതാക ഉയർത്തൽ 100ഓളം ക്ലബ്ബുകളുടെ സഹകരണത്തോടെ ഫോർട്ട് കൊച്ചിയിൽ സാധാരണ പതാക ഉയർത്തുന്ന ഒരു ചടങ്ങ്. പിന്നീട് അതിനുശേഷം വിപുലമായ പരിപാടികളും ആണ് കാർണിവൽ കമ്മിറ്റി ഇത്തവണ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രധാനമായും പ്രധാനപ്പെട്ട ബീച്ച് റേസിംഗ് എന്നുള്ള നമ്മുടെ മുണ്ടമ്പേരി കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ ബീച്ച് റേസിംഗ്, അങ്ങനെ വെറ്ററൻസ് ഫുട്ബോള്, ഗാട്ട കുസ്തി, തേക്കൂട്ടം, ഷട്ടിൽ ടൂർണമെന്റ്, അങ്ങനെ ഇതെല്ലാം നടത്തുന്നത് 7ഓളം വെന്യൂണ്ട്. 7ഓളം സ്ഥലങ്ങളിൽ വിവിധ സ്ഥലങ്ങളായിട്ട് നടത്തുന്നത്. വളത്തുരാമനുണ്ട്, ടിപ്പ് ഓപ്പോസിറ്റ് ഉണ്ട്, അമരാവതി മഴവിൽ പാർക്കുണ്ട്, ചുള്ളിക്കൽ ക്യൂൻസ് പാർക്കുണ്ട്, ദ്രോണാചാര്യ ഗ്രൗണ്ട് ഉണ്ട്, കടപ്പുറം, മുണ്ടപ്പേലി, സൗദി സ്കൂൾ ഗ്രൗണ്ട്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് കാർണിവലിന്റെ ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,